കുവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കുവാറ്റി വോയിസിന്റെ 112ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 6ാം തരത്തിലെ ധ്രുവരാജ് വി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ, ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് UP സ്കൂൾ, ചാമക്കുഴി കുവാറ്റി സംയുക്താഭിമുഖ്യത്തിൽ ഫെബ്രുവരി 16, 17 തീയതികളിലായി ഉദിനൂർ കടപ്പുറം സ്കൂളിൽ വെച്ച് കാടറിവ് കടലറിവ് 2ാം ഘട്ട ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്ന് 31 കുട്ടികളും 4 അധ്യാപകരും 8 രക്ഷിതാക്കളും പങ്കെടുത്തു. ക്യാമ്പ് സംബന്ധിച്ച പ്രത്യേക വീഡിയോ വാർത്തകൾക്കു ശേഷം കാണാം. KSTH ആയോത്ത് സ്കൂളിൽ വെച്ച് നടത്തിയ LSS USS മോഡൽ പരീക്ഷയിൽ 6 വീതം കുട്ടികൾ പങ്കെടുത്തു. LP വിഭാഗം കുട്ടികൾക്ക് വേണ്ടി ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു. 25 കുട്ടികളും 4 അധ്യാപകരും 6 രക്ഷിതാക്കളും പങ്കെടുത്തു. ഏഴുമലയിലെ ഹനുമാൻ പ്രതിമ, വളപട്ടണം ഓട് ഫാക്ടറി, മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ, കണ്ണൂരിൽ നടന്ന ഫ്ലവർ ഷോ, പയ്യാമ്പലം ബീച്ച് എന്നീ സ്ഥലങ്ങളിലേക്കായിരുന്നു യാത്ര. സ്കൂളിൽ നിന്ന് രാവിലെ 8:30 പുറപ്പെട്ടു. രാത്രി 9 മണിക്ക് തിരിച്ചെത്തി. കുട്ടികൾക്ക് രസകരവും വിജ്ഞാനപരവുമായ പഠനാനുഭവങ്ങൾ നൽകുന്നതിന് ഈ പഠനയാത്രയിലൂടെ സാധിച്ചു. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നിർമ്മലഗിരി LP സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഗീത K പങ്കെടുത്തു. പിറന്നാളിനോടനുബന്ധിച്ച് 2ാം തരത്തിലെ കാശിനാഥ് TV ക്ലാസ്സിലെ കുട്ടികൾക്ക് പെൻസിൽ, എറേസർ, കട്ടർ, സ്കെയിൽ, ക്രയോൺസ് എന്നിവ നൽകി. കാശിനാഥിന് കുവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിലെ ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് UP സ്കൂളിന്റെയും കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ചാമക്കുഴി കുവാറ്റി ഗവൺമെന്റ് UP സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ UP വിഭാഗം കുട്ടികളുടെ കാടറിവ് കടലറിവ് സഹവാസ ക്യാമ്പിന്റെ 2ാം ഘട്ടം 2024 ഫെബ്രുവരി 16, 17 തീയതികളിൽ ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. കുവാറ്റി സ്കൂളിൽ നിന്നും സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളായ 31 കുട്ടികളും 4 അധ്യാപകരും 7 രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. ഉദിനൂർ കടപ്പുറം സ്കൂളിലെ UP വിഭാഗത്തിലെ 35 കുട്ടികളും ക്യാമ്പിൽ പങ്കാളികളായി. 16-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം അദ്ദേഹം ഒരു ഗാനം ആലപിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും സ്കൂൾ PTA പ്രസിഡന്റുമായ C ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ AK മല്ലിക, SNC ചെയർമാൻ A രാജു, മദർ PTA പ്രസിഡന്റ് CV ഷീജ കുവാറ്റി, സ്കൂൾ PTA പ്രസിഡന്റ് P പ്രദീപ്, സീനിയർ അസിസ്റ്റന്റും സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്ററുമായ MV കമലാക്ഷൻ, മുൻ പ്രധാനാധ്യാപകൻ ജോയ്സ് ജോസഫ്, ഉദിനൂർ കടപ്പുറം സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് TK അബ്ദുൾ റഹൂഫ്,
എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഉദിനൂർ കടപ്പുറം സ്കൂൾ പ്രധാനാധ്യാപകൻ PP ശശിധരൻ സ്വാഗതവും ക്യാമ്പ് ഡയറക്ടർ TV മനോജ് നന്ദിയും പറഞ്ഞു. 4 മണിക്ക് രാഹുൽ ഉദിനൂരാണ് മഞ്ഞുരുക്കലിന് നേതൃത്വം നൽകിയത്. രസകരമായ പല പ്രവർത്തനങ്ങളും മഞ്ഞുരുക്കലിൻ്റെ ഭാഗമായി മാറി. ചായയ്ക്ക് ശേഷം 4:30 P ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിവിധ നാടൻ കളികളും നടന്നു. കുട്ടികൾ വളരെ ആവേശത്തോടെ കളികളിൽ പങ്കെടുത്തു. കടപ്പുറത്ത് വച്ച് അനിൽകുമാർ മാസ്റ്റർ പട്ടം പറത്താൻ കുട്ടികൾക്ക് അവസരമൊരുക്കി. പിന്നീട് പട്ടം നിർമ്മാണത്തിൽ പരിശീലനവും നൽകി. സന്ധ്യയ്ക്ക് മത്സ്യത്തൊഴിലാളികളായ KV കൃഷ്ണൻ, M ബാബു എന്നിവരുമായി അഭിമുഖ സംഭാഷണം നടത്തി. കടലിനെക്കുറിച്ചും മത്സ്യബന്ധനത്തെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ ഈ അഭിമുഖത്തിലൂടെ കുട്ടികൾക്കു ലഭിച്ചു. PV സുമേഷ് മോഡറേറ്ററായിരുന്നു. K ഭാസ്കരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കടപ്പുറത്ത് വച്ചാണ് വാനനിരീക്ഷണം നടന്നത്. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഈ പ്രവർത്തനം വളരെ വിജ്ഞാനപ്രദം ആയിരുന്നു. രാത്രി 9 മണിയോടുകൂടി ക്യാമ്പ് ഫയർ നടന്നു. ഉദിനൂർ കടപ്പുറം സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് V നിശാന്ത് ക്യാമ്പ് ഫയർ ജ്വലിപ്പിച്ചു. കൂവാറ്റി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഗീതത്തിൻ്റെ അകമ്പടിയിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് നൃത്തച്ചുവടുകൾ വെച്ചത് നല്ല ഒരു അനുഭവമായിരുന്നു. കൂവാറ്റി സ്കൂളിലെ കുട്ടികൾക്ക് ഉദിനൂർ കടപ്പുറം സ്കൂളിലെ കുട്ടികൾ ആതിഥേയരായി. രാത്രി താമസവും ഭക്ഷണവും വീടുകളിലാക്കിയത് അവിസ്മരണീയമായ അനുഭവമാണ് ഇരു വിദ്യാലയങ്ങളിലെയും കുട്ടികൾക്ക് ലഭ്യമാക്കിയത്. ദ്വീപ്വാസികളുടെ ജീവിത സാഹചര്യങ്ങൾ പരിചയപ്പെടുത്താനും ഭക്ഷ്യവിഭവങ്ങൾ ആസ്വദിക്കാനും കുട്ടികൾക്ക് സാധിച്ചു. കൂവാറ്റിയിൽ നിന്നെത്തിയ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും താമസ സൗകര്യങ്ങളും ഒരുക്കി. KWTCയുടെ യാത്രാ ബോട്ടിൽ കവ്വായ് കായലിലൂടെയുള്ള യാത്രയായിരുന്നു ക്യാമ്പിൻ്റെ 2ാം ദിവസത്തെ ആദ്യ പരിപാടി. കന്നുവീട് കടപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പരിസ്ഥിതി പ്രവർത്തകനും ഉദുമ ഗവൺമെൻറ് LP സ്കൂൾ പ്രധാനാധ്യാപകനുമായ ആനന്ദ് പേക്കടമാണ് ഈ യാത്രയിൽ കായലിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. കായലിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കിടെ ഉദിച്ചുയർന്ന സൂര്യൻ കുട്ടികൾക്ക് വളരെ മനോഹരമായി അനുഭവപ്പെട്ടു. ബീരാൻ കടവ് ജെട്ടിയിൽ ബോട്ട് യാത്ര അവസാനിപ്പിച്ച് സ്കൂളിലേക്കുള്ള 1 കിലോമീറ്റർ ദൂരം പ്രകൃതി നടത്തത്തിനായി നമ്മൾ ഉപയോഗിച്ചു. ആനന്ദ് പേക്കടം കണ്ടൽ ചെടികളെക്കുറിച്ചും കായലിനെക്കുറിച്ചും കടലിനെക്കുറിച്ചും ഒക്കെ വളരെ വിശദാംശമായി കുട്ടികൾക്ക് ഈ സമയത്ത് പറഞ്ഞു കൊടുത്തിരുന്നു. പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ വ്യായാമം ചെയ്യുന്നതെങ്ങനെ എന്നു കുട്ടികളെ പരിചയപ്പെടുത്താൻ എയ്റോബിക്സ് എന്ന സംവിധാനവുമായി ബിജു മാസ്റ്റർ അരമണിക്കൂർ സമയം വിനിയോഗിച്ചു. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും വ്യായാമ പരിപാടിയിൽ പങ്കെടുത്തു. പ്രഭാത ഭക്ഷണത്തിനു ശേഷം റഹീഖ് മണിയാങ്ങാനം നേതൃത്വം നൽകിയ അഭിനയക്കളരി കുട്ടികൾക്ക് അത്യധികം ആനന്ദദായകവും അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ അനുഭവവേദ്യമാക്കാൻ ലഭിച്ച മികച്ച അവസരമായി മാറി. കുട്ടികൾ അഭിനയത്തിൽ പ്രകടിപ്പിച്ച മികവ് അത്ഭുതകരമായിരുന്നു. കടപ്പുറത്ത് ധാരാളമായി ലഭിക്കുന്ന വിവിധയിനം കക്കകൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ശില്പശാല നയിച്ചത് രവി വലിയപറമ്പ ആണ്. പല കുട്ടികളും നിർമ്മിച്ച വസ്തുക്കൾ മികച്ച നിലവാരം പുലർത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം 2:30 ക്യാമ്പ് അവലോകനം നടന്നു. കൂവാറ്റി സ്കൂളിലെയും ഉദിനൂർ കടപ്പുറം സ്കൂളിലെയും കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവച്ചു. കൂവാറ്റി സ്കൂളിനെ പ്രതിനിധീകരിച്ച് PTA വൈസ് പ്രസിഡന്റ് പ്രസീത മോഹൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഒരു കവിത ചൊല്ലുകയും ചെയ്തു. മദർ PTA പ്രസിഡന്റ് ശാമിനി ബിപിൻ, മദർ PTA കമ്മിറ്റി അംഗം സവിത TV, സീനിയർ അസിസ്റ്റന്റ് M കമലാക്ഷൻ, മുൻ പ്രധാനാധ്യാപകൻ ജോയ്സ് ജോസഫ് എന്നിവരും ക്യാമ്പ് അവലോകനത്തിൽ പങ്കെടുത്തു. ഉദിനൂർ കടപ്പുറം സ്കൂളിൽ നിന്ന്
നിന്നും പ്രധാന അധ്യാപകൻ PP ശശിധരൻ, മദർ PTA പ്രസിഡന്റ് CV ഷീജ, സീനിയർ അസിസ്റ്റന്റ് TK അബ്ദുൾ റഹൂഫ്, ക്യാമ്പ് ഡയറക്ടർ TV മനോജ് എന്നിവരും സംസാരിച്ചു. കൂവാറ്റി സ്കൂളിൽ നിന്നും വന്ന അമ്മമാരുടെ ഒപ്പന ആയിരുന്നു ക്യാമ്പിൻ്റെ അവസാന ഇനം. ഒപ്പനക്കുഴുവിൽ കുട്ടികളും അവരോടൊപ്പം ചേർന്ന് പരിപാടി കൊഴുപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 കൂവാറ്റി സ്കൂൾ ടീം ഉദിനൂർ കടപ്പുറം സ്കൂളിനോട് വിട പറഞ്ഞു. അതിഥികളായി എത്തിയ ചാമക്കുഴി കൂവാറ്റി ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മികച്ച താമസ സൗകര്യവും ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉദിനൂർ കടപ്പുറം സ്കൂളിൽ ഒരുക്കിയിരുന്നു. സ്കൂൾ സ്റ്റാഫ്, PTA, SMC, മദർ PTA, രക്ഷിതാക്കൾ ഒക്കെ ഒറ്റക്കെട്ടായി ക്യാമ്പ് വൻ വിജയമാക്കി തീർത്തു. കുന്നിൻ പ്രദേശത്തു നിന്നെത്തിയ കുട്ടികൾക്ക് കടപ്പുറവും ബോട്ട് സവാരിയുമെല്ലാം പുതുമയാർന്ന അനുഭവമായിരുന്നു.